നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദിനം പ്രതി പുറത്തു വരുന്നത് നടുക്കുന്ന വാർത്തകളാണ്. ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വാർത്തകൾ അക്ഷരാർത്ഥത്തിൽ നടുക്കുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, അതിൻ്റെ വ്യാപ്തി നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് എന്നാണ് പുറത്തു വരുന്ന ഓരോ വിവരങ്ങളും സൂചിപ്പിക്കുന്നത്. അവിടെ നടന്നത് വൻ കൊള്ളയാണ് എന്നാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണത്തിലെ നിർണായക കണ്ടെത്തൽ. ശബരിമലയിലെ പ്രഭാമണ്ഡലത്തിലെ സ്വർണവും കൊള്ള നടത്തിയെന്ന വിവരമാണ് പുറത്തു വരുന്നത്. 7 പാളികളിലെ സ്വർണം കൊള്ളയടിച്ചിരിക്കുകയാണ്. പ്രഭാമണ്ഡലത്തിലും കൊള്ളക്കാർ കയറി കൊള്ള നടത്തിയിരിക്കുന്നു. കട്ടിളപ്പാളികൾക്ക് മുകളിലുള്ള ശിവരൂപം, വ്യാളി രൂപം എന്നിവയിൽ പൊതിഞ്ഞ സ്വർണവും തട്ടിയെടുത്തു. SIT കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് സുപ്രധാന കണ്ടെത്തലുകളുള്ളത്. എന്തായാലും അന്വേഷണ റിപ്പോർട്ട് അടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഈ ഒരു വ്യാപ്തി അത് ഒരിടത്ത് ശ്രീകോവിൽ മാത്രം നിൽക്കുന്നില്ല, അത് പ്രഭാവലയത്തിലേക്കും എത്തിയിരിക്കുന്നു എന്നടക്കമുള്ള വിവരം. ഇനി കൂടുതൽ അന്വേഷണത്തിൽ എവിടെ നിന്നൊക്കെ സ്വർണം കടത്തി അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ സ്വർണം മോഷ്ടിക്കപ്പെട്ടു എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇനി കൂടുതൽ വിശദാംശമായി അന്വേഷിച്ചാൽ മാത്രമേ ആ വിവരങ്ങളൊക്കെ പുറത്തു വരികയുള്ളൂ. ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളപ്പാളിയിലും മാത്രമല്ല, മുകളിൽ സ്ഥാപിച്ചിരുന്ന ശിവരൂപവും വ്യാളി രൂപവും അടങ്ങുന്ന പ്രഭാമണ്ഡലത്തിലെ സ്വർണ്ണപ്പാളികളും കൊള്ളയടിക്കപ്പെട്ടിരിക്കുകയാണ്. ആലേപനം ചെയ്ത ചെമ്പുപാളികളിൽ നിന്ന് വിദഗ്ധമായി സ്വർണം അടർത്തി മാറ്റുകയായിരുന്നു. നിലവിൽ 989 ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടതായാണ് പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ VSSയിൽ നിന്നുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തു വരുന്നതോടെ കൊള്ളയുടെ വ്യാപ്തി ഇനിയും ഉയരുമെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിലെത്തിച്ച് രാസമിശ്രിതം ഉപയോഗിച്ചാണ് പാളികളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്തത്. ഇത്തരത്തിൽ വേർതിരിച്ചെടുത്ത സ്വർണത്തിൽ ഒരു ഭാഗം പ്രതികൾ സ്വന്തമാക്കുകയും ബാക്കി ഭാഗം ബെല്ലാരിയിലെ ഒരു ജ്വല്ലറി ഉടമ വഴി മറിച്ചുവിറ്റതായും അന്വേഷണ സംഘം കണ്ടെത്തി. 2019 ജൂലൈ മാസത്തിലാണ് ഈ കൊള്ള നടന്നതെന്നാണ് സൂചന. ശ്രീകോവിലിലെ സ്വർണ്ണപ്പാളികൾ മിനുക്കാനെന്ന വ്യാജേനയാണ് പ്രതികൾക്ക് ഇത്തരത്തിൽ അവസരം ഒരുക്കി കൊടുത്തത്. സാധാരണ ഇത്തരം ജോലികൾ നടക്കുമ്പോൾ ദേവസ്വം വിജിലൻസും ഉദ്യോഗസ്ഥരും കർശന മേൽനോട്ടം വഹിക്കണം. പക്ഷേ ഈ കേസിൽ പ്രതികൾക്ക് പാളികൾ പുറത്തേക്ക് കടത്താൻ ഉദ്യോഗസ്ഥർ മൗന അനുവാദം നൽകിയെന്നാണ് നിലവിലെ സംശയം. എന്തായാലും അന്വേഷണത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ദൂരീകരിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് സംശയങ്ങളുണ്ട്. സ്വർണത്തിന്റെ അളവ് രേഖപ്പെടുത്തുന്ന പഴയ കണക്ക് പുസ്തകങ്ങളും സ്റ്റോക്ക് രജിസ്റ്ററുകളിലും കൃത്രിമം നടന്നതായിട്ടാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. സ്വർണം ഇളക്കി മാറ്റിയ ശേഷം പാളികൾ തിരികെ സ്ഥാപിച്ചപ്പോൾ അവയിൽ സ്വർണത്തിന്റെ അളവ് കുറവാണെന്ന് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. ചെന്നൈയിലെ സ്ഥാപനത്തിലേക്ക് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാൻ ഔദ്യോഗിക അനുമതി ഉണ്ടായിരുന്നോ എന്നതിൽ ഇപ്പോഴും ദുരൂഹതയുണ്ട്. ദേവസ്വം ബോർഡിലെ ചില ഉന്നതരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് നടന്നതെന്ന് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിരിക്കുകയാണ്. മാത്രമല്ല, കൊള്ള നടന്ന കാലയളവിൽ ചുമതലയിരുന്ന ദേവസ്വം കമ്മീഷണർമാരുടെ പങ്കാണ് പ്രധാനമായും ഇപ്പോൾ പരിശോധിക്കുന്നത്. സ്വർണ്ണ പണികളുടെ ചുമതലയുണ്ടായിരുന്ന ദേവസ്വം മരാമത്ത് വിഭാഗത്തിലെ എഞ്ചിനീയർമാർക്കും ഓവർസിയർമാർക്കും വകുപ്പ് തല അന്വേഷണം അവർക്കെതിരെ നടക്കുന്നുണ്ട്. കൊള്ളയടിക്കപ്പെട്ട സ്വർണത്തിന്റെ കൃത്യമായ അളവ് കണ്ടെത്താൻ VSSയിലെ ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടി ഏറ്റവും പ്രധാനമാണ്. ഈ റിപ്പോർട്ട് കിട്ടുന്നതോടെ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. എന്തായാലും നമ്മൾ അറിഞ്ഞതൊന്ന് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് അവിടെ ഈ കട്ടിളപ്പാളികളിലും സ്വർണ്ണപ്പാളികൾ മാത്രമല്ല സ്വർണം മോഷ്ടിച്ചിരിക്കുന്നത്, പ്രഭാവലയത്തിൽ നിന്നും മോഷണം പോയിരിക്കുന്നു എന്ന നടുക്കുന്ന വിവരം ഭക്തരെ സംബന്ധിച്ച് വലിയൊരു അവരുടെ വികാരത്തെയൊക്കെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും സർക്കാരിന് ഇത് വലിയൊരു ഒരിക്കലും അത് നികത്താനാകാത്ത വലിയൊരു കുരുക്കായി ഇത് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. തദ്ദേശ തിരഞ്ഞെടുപ്പിലൊക്കെ ഇത്രയും വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അത് പല ഘടകങ്ങളിൽ ഒന്നായി ശബരിമല സ്വർണ്ണക്കൊള്ള കേസും അവരുടെ പരാജയം അല്ലെങ്കിൽ അവർക്കൊരു തിരിച്ചടിയായി മാറി. അപ്പോൾ ഇത്തരത്തിൽ കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ അത് എങ്ങനെയാണ് തീർച്ചയായിട്ടും കോൺഗ്രസും BJP ഇത് വലിയ ആയുധമാക്കി LDFനെതിരെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ ഈ ആയുധത്തിന്റെ മൂർച്ച കൂടുകയാണ്. എങ്ങനെയാണ് പ്രതിരോധിക്കാൻ പോകുന്നത് സർക്കാർ എന്നതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന SITയിൽ CPM ബന്ധമുള്ള 2 CAമാരെ നിയോഗിച്ചത് അന്വേഷണം അട്ടിമറിക്കാനെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിയമനത്തിന് പിന്നിൽ മുതിർന്ന 2 IPS ഉദ്യോഗസ്ഥരും ക്രൈംബ്രാഞ്ചിലെ ഉന്നതനുമാണ്. ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള SITയിൽ നുഴഞ്ഞു കയറാനും വാർത്തകൾ സർക്കാരിലേക്ക് ചോർത്താനുമുള്ള നീക്കമാണ് നടക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവിന്റെ കുറ്റപ്പെടുത്തൽ. SITയെ നിർവീര്യമാക്കാനുള്ള നീക്കത്തിൽ ഹൈക്കോടതി അടിയന്തരമായി ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.
ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാൻ ഹൈക്കോടതി നിയോഗിച്ച SITയിൽ CPM നേതൃത്വവുമായി ബന്ധമുള്ള 2 CIമാരെ നിയോഗിച്ചത് അന്വേഷണ സംഘത്തിന്റെ വിശ്വാസ്യത തകർക്കുന്നതാണെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് CPM ഫ്രാക്ഷനിൽ ഉൾപ്പെട്ടവരെ SITയിൽ നിയോഗിച്ചത്? ഹൈക്കോടതിയുടെ മുന്നിൽ വന്ന 2 പേരുകളാണ് അംഗീകരിക്കപ്പെട്ടതെന്ന് മനസ്സിലാക്കുന്നു. ഈ പേരുകൾ വന്നതിന് പിന്നിൽ സംസ്ഥാനത്തെ 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥരും ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തിരുന്ന് CPMന് വേണ്ടി വീട്ടുപണി ചെയ്യുന്ന ഉന്നതനുമാണ്. ക്രമസമാധാന ചുമതലയിൽ ഇരുന്നപ്പോൾ ഇതേ ഉദ്യോഗസ്ഥൻ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കള്ളക്കേസുകൾ ചുമത്തി കുപ്രസിദ്ധനായ വ്യക്തിയാണെന്നും VD സതീശന്റെ കുറ്റപ്പെടുത്തൽ. CPMന് വേണ്ടി അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇയാൾ നടത്തുന്നതെന്നായിരുന്നു VD സതീശന്റെ ആരോപണം. മുതിർന്ന IPS ഉദ്യോഗസ്ഥർ SITയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്ന് നേരത്തെ തന്നെ ആരോപണം താൻ ഉന്നയിച്ചതാണ്. അവരുടെ ഇടപെടലും SIT നിർവീര്യമാക്കാനും അന്വേഷണം അട്ടിമറിക്കാനുമുള്ള നീക്കത്തിന് പിന്നിലുണ്ട്. SITയുടെ നീക്കങ്ങൾ സർക്കാരിലേക്ക് ചോർത്തുകയും അന്വേഷണത്തെ വഴിതിരിച്ചുവിട്ട് യഥാർത്ഥ കുറ്റവാളികളെ സംരക്ഷിക്കുകയുമാണ് ഈ സംഘത്തിന്റെ ലക്ഷ്യം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസ് അട്ടിമറിക്കാനുള്ള സർക്കാരിന്റെയും CPMന്റെ നീക്കത്തിന് പോലീസിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്യുകയാണ്. ഹൈക്കോടതിയുടെ ഇടപെടൽ പോലും അട്ടിമറിക്കാനാണ് ഇവരുടെ നീക്കം. ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അടിയന്തര പരിശോധനയും ഇടപെടലും നടത്തണമെന്ന ആവശ്യവും പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചു. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം അടുത്തയാഴ്ച വീണ്ടും നോട്ടീസ് നൽകാനാണ് തീരുമാനം. ദേവസ്വം ഭരണസമിതിയുടെ തീരുമാനത്തിൽ വ്യക്തത തേടും. ചട്ടലംഘനം അടക്കമുള്ളവയിൽ ചോദ്യങ്ങളുണ്ടാവും. സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടുന്നത് സ്പെഷ്യൽ കമ്മീഷണർ അറിയിക്കാത്തതിൽ ദുരൂഹതയെന്നാണ് SITയുടെ കണ്ടെത്തൽ. ഭരണസമിതിയിലെ മറ്റംഗങ്ങളെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. അതേസമയം ദേവസ്വം വകുപ്പ് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെയും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെയും മൊഴിയിൽ വിശദമായ പരിശോധനയ്ക്കാണ് അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത്. സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുന്നതിൽ ദേവസ്വം വകുപ്പിന്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ നൽകിയ മൊഴി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയമുണ്ടെന്ന് കടകംപള്ളി സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ഇയാളുമായി താൻ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടില്ലെന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുള്ളത്. സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടതിൽ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് PS പ്രശാന്ത് നൽകിയിരിക്കുന്ന മൊഴി. മാത്രമല്ല ശബരിമല ക്ഷേത്രത്തിലെ കട്ടിളപ്പള്ളിയിലെ സ്വർണം അപഹരിച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയടക്കം 3 പേരെ SIT കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. അറസ്റ്റിലായി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, 9-ാം പ്രതി പങ്കജ് ഭണ്ഡാരി, 10-ാം പ്രതി ഗോവർദ്ധൻ എന്നിവരെയാണ് ഒരു ദിവസത്തേക്ക് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വിട്ടത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.